ഏതിപരിസമായി നാം വാഴ്ത്തപ്പെടുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം എന്റെ 40-41 വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്ര എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. പ്രൈസലോ. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രൈസലോ. ഇതൊരു മുന്നറിയിപ്പിന്റെ സന്ദേശമാണ്. മുന്നറിയിപ്പ് നമുക്ക് ദൈവം നൽകുന്നതാണ്. പരീക്ഷകളിൽ അകപ്പെടാതിരിക്കുക. പ്രൈസലോ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നത്. പരീക്ഷകൾ സഹിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. എന്നാൽ പലർക്കും പരീക്ഷകളെ സഹിപ്പാൻ കൃപയില്ലാതെ അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ലേലിയ പരീക്ഷകൾ വരുമെന്ന് അറിയുമ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോണം. പരീക്ഷയെ നേരിട്ടിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് പ്രേരണ കിട്ടുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചന കിട്ടുമ്പോൾ തന്നെ ആ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ അല്ലേലൂയ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അല്ലേലൂയ സ്തോത്രം, ആമേലൂയ, ജഡമോ ബലഹീനമാണെന്ന് പറഞ്ഞത്. അല്ലെ, ജഡം ബലഹീനമാണ്. ആ ബലഹീനമായ ശരീരത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവ് ഒരുക്കമുള്ളതാകണം. പ്രൈസലോ. അത് യേശു തന്റെ ശുശ്രൂഷയിൽ പഠിപ്പിച്ചതാണ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുവിന്റെ മുമ്പിൽ അനേകർ കവിണ്ണു വീണിട്ടുണ്ടെങ്കിലും, അല്ലേലിയ, നാം വായിച്ച ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുമ്പോൾ, അല്ലേലിയ, 26-38 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലിയ, പിന്നെ അവൻ അല്പനേരം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പരിശുശ്രൂഷ സമയത്ത് അനവധി ആളുകൾ യേശുവിന്റെ മുമ്പിൽ വന്ന് കവിണ്ണു വീണിട്ടുണ്ട്. പ്രൈസലോ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടടുത്തപ്പോൾ തൻ ഗെത്സമനയിലുള്ള പ്രാർത്ഥനയിൽ യേശു പിതാവിന്റെ മുമ്പിൽ കവിണ്ണു വീണ് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. എന്തിനാണ് യേശു കവിണ്ണു വീണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ നമ്മൾ ചിലപ്പോഴും ചിന്തിക്കാൻ, യേശു ദൈവമല്ലേ, എന്തിനാണ് അങ്ങനെ കവിണ്ണു വീണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും. അല്ലേലൂയ. അത് തെറ്റൊന്നുമല്ല, പക്ഷേ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ യേശു കവിണ്ണു വീണ്, പിതാവേ, അല്ലേലൂയ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അല്ലേലൂയ 22-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മാറിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു ഭൂമിയിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ശാരീരിക ബലഹീനതകൾ, കഷ്ടങ്ങൾ, ക്രൂശീകരണം അനുഭവിക്കാൻ പോകുമ്പോൾ യേശു പറഞ്ഞു, എങ്കിൽ ഈ പാനപാത്രം, നീ ക്രൂശീകരണം എങ്കിൽ നീങ്ങിപ്പോകണം. എന്നിട്ട് യേശു പറഞ്ഞു, എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ. കാരണം ദൈവത്തിന്റെ ഇഷ്ടം എന്നാണ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി മാറണം. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടണം. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ നമുക്ക് പാപമോചനമുള്ളൂ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ദൈവജനങ്ങൾ വായിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് യേശു കവിണ്ണു വീണു എന്ന് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഈ പാനപാത്രം എന്ന് പറയുന്നത് ക്രൂശ് മരണം മുമ്പിൽ കണ്ടുകൊണ്ടാകണം എന്ന ചില വ്യാഖ്യാനങ്ങളിൽ. ഹല്ലേലൂയ. നമ്മിൽ ചില പറയുന്നത് ക്രൂശിങ്കിലേക്ക് നടത്തപ്പെടുവാനാകാതെ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് തന്നെ അവനെ കൊല്ലുവാൻ സാത്താൻ ശ്രമിച്ചത് കൊണ്ടുള്ള അതിവേദ മൂലമാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ ജനം രേഖപ്പെടുത്താറുണ്ട്. അല്ലേലൂയ സ്തോത്രം. അല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ തനിക്കൊരു സംരക്ഷണം ആവശ്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് ആരും യേശുവിന് സംരക്ഷണം കൊടുക്കത്തില്ല.
തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ താൻ ചെയ്ത ശുശ്രൂഷയുടെ മഹാത്മ്യം സൗഖ്യം മുഴുവൻ അനുഭവിച്ച ആളുകളും ഗെത്സമനെ തോട്ടത്തിൽ ഓടിപ്പോയി. ശരിയാ. അപ്പൊ യേശുക്രിസ്തുവിന് സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണം ലോകത്തിന് ഒരു മനുഷ്യന് കൊടുക്കത്തില്ല. ആ സംരക്ഷണം പിതാവിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് യേശുവിന് അറിയാം. അതുപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിനക്കൊരു സംരക്ഷണം ഈ ഭൂമിയിൽ നിന്ന് കിട്ടത്തില്ല. നിന്റെ പരീക്ഷാ ഘട്ടങ്ങളിൽ, പരീക്ഷാ ശോധനാ വേളകളിൽ നീ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നിനക്ക് തരണം ചെയ്യുവാൻ ഭൂമിയിൽ നിനക്കാരും സംരക്ഷണം തരത്തില്ല. കാരണം യേശുവിനോട് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരടക്കം ഓടിപ്പോയി എന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ, ഇവിടെ നിന്നോട് കൂടെ നിൽക്കുന്നവരെല്ലാം നിന്നെ വിട്ട് ഓടിപ്പോകും. നിന്റെ പരീക്ഷാ സമയങ്ങളിൽ നിന്നോട് കൂടെ നിൽക്കുവാൻ യേശു മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നീ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ അടിസ്ഥാനമുള്ളവളായി മാറണം. പ്രൈസലോ. അപ്പൊ ഈ ഭാരപാത്രികൾ നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച് മനുഷ്യപുത്രൻ നൽകി സംരക്ഷണത്തിനും വിടുതലിനും പിതാവിനെ ആശ്രയിക്കണമെന്ന് നമുക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. കാരണം യേശു ദൈവപുത്രനാണ്. അല്ലേലിയ. ഭൂമി ക്രൂശുമരണം എല്ലാവരും വിട്ടോടിപ്പോയി. ഒരു വിടുതൽ ആവശ്യമാണ്, ഒരു സംരക്ഷണം ആവശ്യമാണ്. അത് കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ആശ്രയ പ്രാർത്ഥന. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവെ, നിനക്കൊരു വിടുതൽ ആവശ്യമാണ്, നിനക്കൊരു സംരക്ഷണം ആവശ്യമാണ്, നിനക്കൊരു സഹായം ആവശ്യമാണ്. നീ കടന്നു പോകുന്ന പരിശോധനകൾ നിനക്ക് താങ്ങുവാൻ കഴിയാത്തതാണ്. അല്ലേലിയ. ഈ സംരക്ഷണം നിനക്ക് തരുവാൻ പിതാവായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശു വിശ്വസിച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളിലും നിനക്ക് സംരക്ഷണം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ നിനക്ക് സ്തോത്രം പറയാമോ? നീ കടന്നു പോകുന്ന ഒരുപാട് വേദനയിലൂടെ, ഒരുപാട് സങ്കടത്തിലൂടെയാ. ആരോടും പറയാതെ നീ അനുഭവിക്കുന്ന പല വേദനകളുമുണ്ട്, പല സങ്കടങ്ങളുമുണ്ട്. അനേക പരിഹാസങ്ങൾ, കുത്തുവാക്ക് കേട്ട് ഹൃദയം നൊമ്പരപ്പെട്ട അനുഭവത്തിൽ അതിന്റെ ജീവിതം പലപ്പോഴും. ഹൃദയത്തിൽ നീ പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൽ നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് ജീവിക്കുന്നു ഞാൻ? ഈ നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ദുഷികളൊക്കെ ഏറ്റിട്ട് എന്തിന് ജീവിക്കുന്നു തോന്നിയിട്ടുള്ള സമയമില്ലേ? അതിന് ഉദാഹരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷം ജനം അത്ഭുതങ്ങൾ കണ്ട, അടയാളങ്ങൾ കണ്ടു, രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അല്ലെങ്കിൽ കുരുടന് കാഴ്ച കൊടുത്ത്, ചെകിടിന് കേൾവി കൊടുത്തു, മുടന്തനെ നടത്തി. 5 അപ്പം കൊണ്ട് 5000 പേരെ, 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തി. അങ്ങനെ മരിച്ചവർക്ക് ജീവനെ കൊടുത്തു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ അനുഭൂതി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശുവിനെ അനുഗമിച്ച വലിയ പുരുഷാരം. യേശു പോകുന്നിടത്തിന്റെ വലിയ പുരുഷാരമാണ്. പക്ഷേ ഗെത്സമനയിൽ തനിക്ക് ആ ക്രൂശീകരണത്തിന്റെ സമയമായിട്ട് ഗെത്സമന്റെ പരീക്ഷ നേരിട്ടപ്പോൾ യേശുവിനോട് കൂടെ നിൽക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവ്, ഇതേ അനുഭവത്തിലൂടെ നീ കടന്നു പോകും. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ദൈവദാസന്റെ ഭവനത്തിൽ പോയി. അവിടെ ആ ദൈവദാസന്റെ ഭാര്യ വളരെ ഭാരം അനുഭവിക്കുന്നുണ്ട് വർഷങ്ങളായി. അപ്പൊ ഞാൻ പലപ്പോഴും ഇവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നലെ ഇവർ മാനസികമായി സങ്കടം കണ്ടപ്പോൾ എനിക്കും പ്രയാസം തോന്നി. കാരണം അത്രമാത്രം കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചവളാണ്. പിന്നെ ഇതിൽ ചില ശാരീരികമായ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് തകരുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാൻ അവരെ പറഞ്ഞ ദൈവത്തിനൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു. അവിടെ പ്രാർത്ഥിച്ചൊക്കെ പോന്നു കേട്ടോ. എന്താ പറയാ, പരീക്ഷാ സമയങ്ങളിൽ നിന്റെ ഭർത്താവ് നിന്നെ കൈവിടും, മക്കൾ കൈവിടും, സഹോദരങ്ങൾ കൈവിടും, ബന്ധുമിത്രാദികൾ കൈവിടും. ആരും ഒരു സംരക്ഷണം, വിടുതൽ നിനക്ക് കാണത്തില്ല. ഹല്ലേലൂയ. നിനക്കൊരു വിടുതൽ സംരക്ഷണം വേണമെങ്കിൽ നീ കർത്താവിനെ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നല്ലൊരു ജീവിതം നീ ആഗ്രഹിക്കുന്നവനല്ലേ, നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നവളല്ലേ. പക്ഷെ പലപ്പോഴും നിനക്കതിന് കഴിയാതെ പോയിട്ടില്ലേ? രക്തം ചെയ്യും. പലപ്പോഴും നിന്റെ ജീവിതത്തിനകത്ത് പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവന്ന് നിന്നെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ ഈ ദൈവത്തിനൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഒരുപാട് പരീക്ഷകളുടെ കടന്ന് പോയിട്ടുണ്ട്, പോകാറുണ്ട്, പോകുന്നുമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ഉറപ്പ് എന്താണെന്ന് പറയാമോ? കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം എത്ര നടക്കും. എനിക്കറിയാം എൻ്റെ ജഡം ബലഹീനമാണ്.
എൻ്റെ ജഡം വിലഹീനമായതുകൊണ്ട് എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൽ മാത്രമേ എനിക്ക് ധൈര്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ ആരും എനിക്കൊരു സംരക്ഷണം വിടുതൽ തരത്തില്ല. എനിക്കൊരു സംരക്ഷണം വിടുതൽ കർത്താവ് മാത്രമേ തരുവുള്ളെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ എന്നെ തകർക്കുവാൻ ശത്രു പല സമയങ്ങളും തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ഞാൻ തകരാതെ നിൽക്കുന്നത് എന്താണ്? യേശുവിനെ കണ്ടതുകൊണ്ടാണ്. രക്തം ചെയ്യും. പ്രേക്ഷകരോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നമ്മളുടെ കർത്താവ് നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരുന്നതാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഗത്സമന തൊട്ട് യേശുക്രിസ്തു ഗത്സമനയിലെ പ്രാർത്ഥന തൊട്ട് യേശുവിന്റെ അല്ലെങ്കിൽ ക്രൂശിങ്കൽ വരെ, കാൽവറി വരെ, അല്ലെങ്കിൽ തലയോടിടം എന്നർത്ഥമുള്ള കാൽവരി ക്രൂശിൽ വരെ യേശു ഭാരമേറിയ ക്രൂശിൻ ചുമന്നുകൊണ്ട് പോകുകയാണ്. ലേലിയ പടയാളികൾ മാറി മാറി അവനെ അടിക്കുന്നുണ്ട്. ആമി ഭാരം വീരി കുരിശും ചുമന്നുകൊണ്ട് യേശു കുന്നും പനിയിൽ കയറിയിറങ്ങുമ്പോൾ വീഴുന്നുണ്ട്. ലേലിയ ആ പ്രതികൂല സാഹചര്യങ്ങളിലും ആ കഠിനമായ ശോധന നടുവിലും ആമി യേശുവിന്റെ ജീവിതത്തിന്റെ ഒറ്റ ലക്ഷ്യം എന്താണ്? ആരും തന്നെ സംരക്ഷിക്കാൻ വരത്തില്ല, തനിക്കൊരു സംരക്ഷണം പിതാവ് മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് കർത്താവ് ആ ക്രൂശും ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ആമി കർത്താവ് കാൽവറിയിലേക്ക് നടന്നു നീങ്ങുക. ഇന്ന് പകലിനെ കേൾക്കുന്ന പരിശോധന, ഇവിടെ പാപത്തിൽ ജീവിച്ച് പാപത്തിന്റെ സുഖലോലുപത്തിനകത്ത് വീണ ആ മനുഷ്യനെ അംഗീകരിക്കാതെ, സമൂഹത്തെ അനുസരിക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടാക്കി, പ്രശ്നമുണ്ടായി, പരസ്പരം ബഹുമാനമില്ലാതെ, അധികാരികൾക്ക് നേരെ പിറുപിറുത്ത് നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് നീ പിറുപിറുത്തുകൊണ്ട് ഹല്ലേലൂയ നീ മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോണം. ഹല്ലേലൂയ ആമേൻ. ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ വിവിധ പരീക്ഷകൾ നിന്റെ ഉള്ളിൽ കൊണ്ടുത്തരുന്ന പിശാചാണ്. അതുകൊണ്ട് ഇതുപോലെ പറയട്ടെ, നീ അനുഭവിക്കേണ്ട കഷ്ടങ്ങളാണ് കർത്താവ് ക്രൂശി ചുമക്കുന്നത് കേട്ടോ. പ്രൈസലോ, നിനക്ക് വേണ്ടിയിട്ടാണ് യേശു ആ ക്രൂശി ചുമക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ട് എന്റെ ജീവിതം പറയുമ്പോൾ കർത്താവ് ഗത്സമന തൊട്ട് ആ ക്രൂശി ചുമന്നത് എനിക്ക് വേണ്ടിയാണ്. പാപത്തിൽ കിടന്ന്, ഈ പാപത്തിന്റെ സുഖലോലുപ ജീവിതത്തിൽ കിടന്ന് എനിക്കൊരു മോചനമില്ലാതെ കിടന്നപ്പോൾ എന്നെ അതിൽ വിടിവിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യേശു എനിക്ക് വേണ്ടി ഭാരമേറിയ ക്രൂശ് ചുമന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ കേട്ടോ, രക്തം ചെയ്യും. അതുകൊണ്ട് പാപത്തിൽ ആറാട്ടി നടന്നിട്ട് ഞാനെല്ലാം നേടിയും നീ പറയരുത് കേട്ടോ. നിനക്കൊരു ദിവസം ദൈവത്തിന്റെ ന്യായത്തിന്റെ കരം വെളിപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ആ ക്രൂശിൽ ചുമന്ന കാൽവറിയിലേക്ക് പോവുകയാണ്. എന്തിനാണ് പറയുക? തലയോടിടം എന്നർത്ഥമുള്ള കാൽവറി ക്രൂശിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി മുൾക്കിരീടധാരിയായി മാറിയത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ തലയിൽ നാം മുൾക്കിരീടം അടിച്ചിറക്കി. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ മുൾക്കിരീടത്തിന്റെ മുള്ളുകൾ അവന്റെ കൺപോളെ തുളച്ച് അവന്റെ കണ്ണിൽ ആഴമായി ഇറങ്ങിയെന്നാണ്. നമ്മളൊന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട് തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വേദന നമ്മുടെ ശരീരത്തെ മുട്ടുസൂചി കൊണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ ഈ രോഗമൊക്കെ കടന്നൊരും രോഗങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമുക്ക് ഇഞ്ചക്ഷനൊക്കെ കുറിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സ് സിറിഞ്ചുമായിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ ഇന്ന് പ്രായമുള്ളവർ പോലും നിലവിളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ നിലവിളി, മറ്റേ എല്ലാവർക്കും വേണ്ടി ഒരു സിറിഞ്ച് കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ കേൾക്കാൻ പോലും പറ്റാത്ത അതുപോലെ മനുഷ്യൻ. ആ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവിന്റെ ശിരസിലേക്ക് ആ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ ആ മുൾക്കിരീടത്തിന്റെ മുള്ളുകൾ കൊണ്ട് കൺപോളെ തുളച്ച് കണ്ണിലേക്ക് കുത്തി എന്ന് പറഞ്ഞപ്പോൾ ഓർത്തെ, നീ നിനക്ക് വേണ്ടിയല്ലേ യേശു അത് ചെയ്തത്? നിനക്ക് വേണ്ടിയ ശ്രോതാവേ കർത്താവ്. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഈ ലോകത്തിലെ വെറും പരിഹാസകരമായ, അപവാദപരമായ, ജഡികമായ വ്യഭിചാരത്തിൽ നീ വീണ് കിടക്കുക, ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുക, വീട്ടിനകത്ത് സമാധാനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി നിൽക്കുന്ന നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി ആ മുൾക്കിരീടം ധരിച്ചതെന്ന് പറയുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഓർത്ത് നമ്മുടെ ചിന്തകളിൽ ഹല്ലേലൂയ വളർന്നു വരുന്ന പാപത്തെ നീക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം എവിടെ നിന്നാണ്? നിങ്ങളുടെ ചിന്തകളിലാണ്. ചിന്തകളിൽ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് പാപം ചിന്തിച്ച് കൂട്ടുന്ന പലതും പാപമായിട്ട് മാറുന്നു. താങ്കൾ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് പലതേക്കുറിച്ചും ചിന്തിച്ച് ആ ചിന്ത മുഴുവൻ പാപത്തിലേക്ക് വന്ന് അത് താങ്കളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ചിന്തകളിൽ വരുന്ന പാപത്തെ നീക്കിക്കളയാൻ വേണ്ടി, അവിടെ ചിന്തകളിൽ വരുന്ന ആ പ്രതികൂല സാഹചര്യത്തെ നീക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ജയം തരാൻ വേണ്ടി പാപത്തിന്റെ ചിന്തകളെ മാറ്റിയിട്ട് ചിന്തകളിലെ പരാജയത്തെ പാപത്തിനെ നീക്കിക്കളഞ്ഞിട്ട് നമ്മുടെ ചിന്തയിൽ ജയം തരാൻ വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിക്കുക.
പ്രൈസലോ. നിന്റെ ചിന്തയിലൂടെ എന്തെല്ലാം പാപമാണ് കടന്നു പോകുന്നത്. നീ ആർക്കെല്ലാം എതിരെയാണ് നിന്റെ ചിന്തയിൽ അമലിയ പ്രതികാരത്തിന്റെ അനുഭവങ്ങൾ, പ്രതികാരം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലേരി അതിനെ നീ തകർക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ജയം തരുന്നതിന് വേണ്ടിയാണ് കർത്താവ് തലയോടിടം എന്നർത്ഥമുള്ള കാൽവറി ക്രൂശിൽ, ആ ഭാരവീര ക്രൂശിൽ ചുമന്നത്. അവന്റെ ശിരസിൽ മുൾമുടിൽ ചൂടപ്പെട്ടു. അല്ലുയ്യ. തീക്കൽ ആദ്യമായി ചിന്താമണ്ഡലമായ നമ്മുടെ അല്ലെങ്കിൽ മനസ്സുകളിലേക്ക് ആരംഭിച്ചിട്ട് നമ്മുടെ പ്രവൃത്തിയിലെ അമ്മയുടെ മനസ്സിന്റെ ചിന്തയിലെ പ്രവൃത്തി നമ്മൾ തീകെ കളയണം. അപ്പൊ കർത്താവ് അല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ആ ക്രൂശ് ചുമന്ന് ആ മുൾക്കിരീടം ധരിച്ചത് കൊണ്ട്, ആ മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചിറങ്ങിയത് കൊണ്ട്, അവന്റെ വേദന, ആ മുൾക്കിരീടം യേശു ധരിച്ച ആ മുൾക്കിരീടധാരിയായ യേശുവിനെ കാണുമ്പോൾ തീക്കല്ല് പോലെ, തീ പോലെ അല്ലേലൂയ ആ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച ആ അനുഭവം നമ്മുടെ ചിന്തയിലേക്ക് വരണം. അല്ലേലൂയ. നമ്മുടെ ചിന്തയിലേക്ക് വരണം. അല്ലേലൂയ. അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? ഒന്ന്, നമ്മുടെ ചിന്താഭാരം മാറ്റി വെച്ചിട്ട് ചിന്തയിലെ പരാജയം മാറ്റി നമ്മുടെ ചിന്തയിൽ ജയിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലേലൂയ. നമ്മൾ ആ കാൽവരി ക്രൂശിനെ നോക്കിക്കൊണ്ട്, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശുവിനെ നോക്കിക്കൊണ്ട്, അല്ലേലൂയ, നീ സദാസമയം പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്, ഒരു കൃപയാണ്. അല്ലേലൂയ. ഞാൻ പറയാറില്ലേ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരുക്കമായിരിക്കണം. കർത്താവ് അതുകൊണ്ടാണ് ശുചിമ പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളോട് പോരാടുന്ന രണ്ട് ശക്തികളുണ്ട്. അല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ല, നമ്മൾ നൈജീരിയയിലും സിറിയയിലും സുഡാനിലും അല്ലെങ്കിൽ ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങൾ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കുകയും യാതൊരു ദയമില്ലാതെ തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ലേലൂയ ഓരോ ക്രൈസ്തവ ഗ്രാമങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീരോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവർ അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്രമാത്രം മനുഷ്യന്റെ ചിന്തയിൽ പാപം കയറി. മതം ഇവിടെ വേണം. ജനത്തിന് കൂടി വരുവാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കുവാനും അവർ ആശയവിനിമയങ്ങൾ നടത്തുവാനും പരസ്പരം ചേർന്നിരിക്കും. മതം നമുക്ക് ആവശ്യമാണ്. പക്ഷെ മതത്തിനകത്ത് തീവ്രവാദം പാടില്ല, മതത്തിനകത്ത് ഭീകരവാദം പാടില്ല, മതത്തിനകത്ത് വർഗീയത പാടില്ല. ഇത് ഇന്നത്തെ സമൂഹത്തിൽ വളർന്നുകൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ്. അപ്പം ക്രിസ്ത്യൻ ജീവിതത്തിൽ നിങ്ങളോട് പോരാടുന്ന രണ്ട് ശക്തികളുണ്ട്. അതിൽ ഒന്നാണ് സാത്താന്റെ ശക്തി. അല്ലെ, സാത്താന്റെ ശക്തിയാണ് ക്രൈസ്തവ സമൂഹത്തിന് വിരോധമായി നിൽക്കുന്നത്. ലോകമെമ്പാടുന്ന പരിശോധിച്ച് നോക്കിയാട്ട് അങ്ങ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം തൊട്ട് നീറോ ചക്രവർത്തിയും ട്രാജൻ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തി അടക്കമുള്ള അന്നത്തെ ഫറോ സഖ്യമെല്ലാം ഒന്നിച്ചു കൂടി അവരെല്ലാം ചെയ്തത് എന്താണ്? ക്രൈസ്തവ സമൂഹത്തെ ഈ ഭൂമി ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നല്ല സാത്താന് ശക്തിയായിരുന്നു. ഒരു സാത്താന് ശക്തിയായിരുന്നു. ഒരു ഈ സാത്താന് ശക്തിയാണ് ഇന്നും വ്യാപരിക്കുന്നത്. ലോകം മുഴുവൻ സാത്താന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഒരു അപ്പം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരിടുന്ന രണ്ട് ശക്തികൾ. ഒരു ശക്തിയാണ് സാത്താന് ശക്തി. സ്തോത്രം. ആ സാത്താന് ശക്തിയാണ് നീ ജയിക്കേണ്ടത്. അല്ലേലൂയ. കാരണം ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ തന്റെ ശുശ്രൂഷയിൽ തനിക്കെതിരെ നിൽക്കുന്ന വലിയൊരു സാത്താന്യ ശക്തിയാണ്. സാത്താന്റെ ചിന്ത എന്താണ്? ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണം, നശിപ്പിക്കണം, ഇവനിനി എഴുന്നേൽക്കരുത്, ഇവന്റെ ശുശ്രൂഷ ആരംഭിക്കരുത്, ഇവനിൽ വിശ്വസിക്കരുത്, ഇവന്റെ പിന്നാലെ ജനം പോകരുത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ തകർത്ത് കളയണം എന്ന സാത്താന്റെ ശക്തി തന്ത്രമായിരുന്നു. എന്നാൽ സാത്താന്റെ തന്ത്രങ്ങളെ നീക്കിയിട്ട് എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തിട്ട് യേശു ജയോത്സവം കൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ സാത്താന്റെ തലയെ തകർത്തു. അല്ലേലൂയ. യേശു ജയാളിയായി മാറി. അതുകൊണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മുൾക്കിരീടധാരിയായി മാറിയെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലെ ആ സാത്താന്റെ ശക്തി നമ്മൾ നീക്കിക്കളയണം. അല്ലേലൂയ. സാത്താനെ ജയിക്കണം. നമ്മൾ കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന്. ഹല്ലേലൂയ. അപ്പം ഭയങ്കര സൂത്രശാലിയാണ്. അവൻ തന്ത്രത്തിലൂടെയാണ് ജനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ക്രിസ്ത്യൻ ജീവിതത്തിൽ രണ്ട് ശക്തികൾ ഏതാണ്? ഒന്ന് സാത്താന്യ ശക്തി, രണ്ടെന്ന് പറഞ്ഞത് ദൈവശക്തിയാണ്.
അല്ലേ? ദൈവശക്തി സാത്താന്റെ ശക്തിയെ തകർക്കും. ദൈവശക്തി സാത്താന്റെ ശക്തിയെ തകർക്കും. ദൈവത്തിന്റെ ശക്തി സാത്താൻ, അല്ലേലൂയ, ആമേ സ്തോത്രം, അല്ലേലൂയ, ആമേ പേടിയ. ദൈവത്തിന്റെ ശക്തി സാത്താന് പേടിയ, അല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ദൈവശക്തിയാണ് നമുക്ക് ആവശ്യം. ഈ ലോകത്തിന്റെ ശക്തി അല്ല സോനാവിയെ നമുക്ക് വേണ്ടത്, ദൈവശക്തിയാ, അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹിത, ഞാൻ പറയട്ടെ, നീ കടന്നു പോകുന്ന ഈ ലോകത്തിൽ, നീ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിന്നോട് വാദിക്കുന്ന, നിന്നെ തകർക്കുവാൻ, കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ആത്മജീവിതത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് അരാച്ച് നിന്റെ നന്മകളെ മുഴുവൻ തകർത്ത് കളയാൻ വേണ്ടി വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തിയുണ്ട്. പ്രൈസലോ. നമുക്കറിയാം, സാത്താന്യ ആരാധന കേരളത്തിന്റെ 14 ജില്ലകളിലും വർദ്ധിച്ചു കഴിഞ്ഞു. ഇന്ന് ഓൺലൈനിലൂടെ ഇഷ്ടംപോലെ സാത്താന്യ ആരാധന ഗ്രൂപ്പുകാർ വന്നിട്ട് അനവധി ആളുകളെ വശീകരിച്ച് സാത്താൻ അവന്റെ പിന്നാലെ ജനത്തെ നയിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, സാത്താന്യ ആരാധന ചെന്ന് ചാടരുത്. അല്ലേലിയ. സാത്താൻ എന്ന് പറയുന്നത് അവൻ പിശാചാണ്. അല്ലേലിയ. അവൻ മനുഷ്യനല്ല. അല്ലേലിയ. അവൻ ദൈവമല്ല. അവൻ പിശാച്, അല്ലെങ്കിൽ പാപം ചെയ്തു പോയ ദൂതൻ. അവൻ യഥാർത്ഥ പിശാച്, നരകത്തിന്റെ അധിപനവൻ. ലരിയ. നരകത്തിന്റെ അധിപനായി സകല ജനത്തെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ തന്ത്രങ്ങളും ചെയ്യുക. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലേലിയ. അപ്പൊ ഇവിടെ നമ്മൾ അല്ലേലിയ സുഖലോലുപമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് വഴിയൊരുക്കി തരാൻ പിശാച് പലതും നിങ്ങളുടെ കൺമുമ്പിൽ തരും. അല്ലേലിയ. സുഖലോലുപമായി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് പിശാച് നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന പലതും കൊണ്ടുത്തരും. അല്ലേലിയ. അപ്പൊ നിങ്ങളെ അതിനകത്ത് പ്രീതിപ്പെടുത്തും. പിശാച് നിങ്ങളെ പലതും കാണിച്ചതിനകത്ത് പ്രീതിപ്പെടുത്തും. നിങ്ങൾ പിശാചിന്റെ സംരക്ഷണ വലയത്തിനകത്ത് ചെല്ലുന്നിടം വരെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമായതവൻ തരും. ഹല്ലേലൂയ. അതിനെ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു കേട്ടോ. ഒരു നല്ല ദൈവഭക്തനായിരിക്കുന്ന ഒരു പൈതൽ, എൻ്റെ സഹോദരൻ, പുള്ളി ബൈബിൾ കോളേജ് പഠിക്കുക. ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നല്ല ഭക്തനാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ അവൻ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ ഇരിക്കുമ്പോൾ വളരെ വിശുദ്ധനാണ്. കോളേജിൽ നല്ല പ്രാർത്ഥനയുണ്ട്, നല്ല ആരാധനയുണ്ട്, വചന ധ്യാനമുണ്ട്, നന്നായിട്ട് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും. കോളേജിലേക്കും ഭയങ്കര വിശുദ്ധനാണ്. എന്നാൽ ഇവൻ കോളേജിനും ഹോസ്റ്റലിനും വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം മുഴുവൻ കറ പിടിക്കും. അവരുടെ ഹൃദയം മുഴുവൻ കറ പിടിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എവിടെ നോക്കിയാലും ആഭാസമായ സിനിമാ പോസ്റ്ററും ഇന്നും നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകൾ, ആഭാസമായ വസ്ത്രധാരണവും, മനുഷ്യന്റെ സംസാരങ്ങളും, ഹല്ലേലൂയ, മാത്രമല്ല വിവിധ തലവിന്റെ കണ്ണുകളിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു സഹോദരൻ. പുള്ളി നല്ല കച്ചവടമൊക്കെ ചെയ്ത്, വണ്ടി പ്രവർത്തനമൊക്കെ ചെയ്ത് നന്നായിട്ട് പണം ഇട്ട് ചെലവഴിച്ച ആളാണ്. പക്ഷെ ഇദ്ദേഹം വരുമ്പോൾ രാവിലെ കോളേജ് വരുമ്പോൾ ബാറിൽ കയറി 2 സ്മോളൊക്കെ അടിച്ചിട്ടേ വരുള്ളൂ. ഹല്ലേലൂയ. ആർക്കും അറിയത്തില്ല. സ്തോത്രം. ആർക്കും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭക്തനാണ്. കോളേജിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തനാണ്. ഹോസ്റ്റലിൽ ഭയങ്കര ഭക്തനാണ്. നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രസംഗിക്കാനെ കൊടുത്ത് നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ അദ്ദേഹം കോളേജിൽ നിന്ന് പോയാൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും സ്മോൾ അടിക്കും. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി സ്മോൾ അടിക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ കോളേജ് വിദ്യാർത്ഥി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവന്റെ കണ്ണുകൾക്ക് കാണുന്നതെല്ലാം പാപത്തിന്റെ പോസ്റ്ററുകൾ, പാപത്തിന്റെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ പാപത്തിലേക്ക് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുവാൻ പലപ്പോഴും പിശാച് ശ്രമിച്ചു. ഹല്ലേലൂയ. അവൻ കോളേജിൽ പുറത്തു വരുമ്പോൾ, ഹോസ്റ്റലിൽ പുറത്തു വരുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ കാണുന്ന പലതും കണ്ടിട്ട് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ അവന്റെ മനസ്സിനകത്ത് പല തന്ത്രങ്ങൾ, അവന്റെ ചിന്തയിൽ പല തന്ത്രങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ അവന് അതിനെ പലപ്പോഴും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെട്ടപ്പോൾ അവന്റെ മനസാക്ഷി പറഞ്ഞു, അത് പാപമാണ്, നീ ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ ചിന്താ മണ്ഡലത്തിനകത്ത് വരുന്ന ചിന്തകളെ ആ പരാജയത്തെ, ആ പാപത്തെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി ആ മുൾക്കിരീടം ധരിച്ചത്. അതുകൊണ്ട് നിന്റെ ചിന്താ മണ്ഡലത്തിൽ പാപങ്ങൾ ഇരിക്കരുത്.
നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ നഗ്നത പ്രദർശിപ്പിച്ച് നിൽക്കുന്ന സിനിമാ പോസ്റ്റുകൾ ഇഷ്ടം പോലെ. മാത്രമല്ല പോസ്റ്റും അത് ഇന്നത്തെ കാലത്തിൽ ശരീരത്തിന് ആവശ്യമായ വസ്ത്രം ധരിക്കാതെ, വസ്ത്രമില്ലാതെ തുണിക്കട ടെക്നിക്സ് ഇഷ്ടംപോലെ തുണിയുണ്ട്. നമ്മൾ തുണിക്കട കയറി കഴിഞ്ഞാൽ കാണത്തില്ലേ, ഇഷ്ടംപോലെ തുണിയുണ്ട്. റെഡിമെയ്ഡ് കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, മനുഷ്യന്റെ അളവിനനുസരിച്ച് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ വാങ്ങാൻ കിട്ടും. പക്ഷെ അതൊന്നും വാങ്ങത്തില്ല. മനുഷ്യന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കുന്ന, ശരീരത്തിന്റെ ഭാഗത്തെ പ്രദർശിപ്പിക്കുന്ന, നഗ്നതയെ വെളിപ്പെടുത്തുന്ന ആഭാസകരമായ വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് അനവധി ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിന് പറഞ്ഞ ആഭാസകരമായ വസ്ത്രധാരണമെന്ന് എന്ന് പറഞ്ഞ 2 മീറ്റർ തുണി കൊണ്ടാണ് ഒരു ആണായിട്ട് പുരുഷനാകട്ടെ, ആണാകട്ടെ, ചെറു കുട്ടികളാകട്ടെ, ആണുങ്ങളാകട്ടെ, സ്ത്രീകളാകട്ടെ, 2 മീറ്റർ തുണി അല്ലെ 2.5 മീറ്റർ തുണി കൊണ്ടാണ് ഒരു വസ്ത്രം തയ്ച്ചെടുക്കേണ്ടതെങ്കിൽ ആ 2.5 മീറ്റർ മേടിക്കത്തില്ല, 2.25 വാങ്ങുള്ളൂ. ഇല്ല, 2.25 വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന് തയ്യൽക്കടക്കാൻ തയ്ക്കുന്നവൻ്റെ കൊണ്ട് കൊടുക്കും. അവനാകെ അത് അളന്ന് നോക്കിയിട്ട് പറയും, ഇത് തികയത്തില്ല സഹോദരി. അപ്പം തികയത്തില്ല, അയ്യോ അത് തികയത്തില്ല. അപ്പം നമ്മൾ ചിന്തിക്കത്തെ, നമുക്കറിയാം തികയത്തില്ല, പക്ഷെ നമ്മളത് അറിഞ്ഞ മേടിച്ചുകൊണ്ടിരുന്നേ തികയത്തില്ല. അപ്പൊ ഈ തയ്യൽക്കാരൻ ഞാനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് തുന്നിക്കെട്ടി തരാം, കൂട്ടിപ്പിട്ടിച്ച് തരാം, എന്നാൽ അവന് പൈസ കിട്ടിയാൽ മതി. തൈ കിടക്കാനല്ല അന്നത്തെ കുറ്റക്കാരൻ. അയാൾ ജോലിക്ക് വന്ന് അയാളുടെ ജീവിതം നടത്താൻ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. അയക്ക് കിട്ടുന്ന തുണി എന്ന് പറഞ്ഞാൽ തയ്ച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ആ 2.5 മീറ്റർ കൊണ്ട് തയ്ക്കേണ്ട ഉടുപ്പ് 2.25 മീറ്ററിനകത്ത് അദ്ദേഹം അത് തയ്ച്ചു വെക്കും. അത് തയ്ച്ചങ്ങോട്ട് മേടിച്ചിട്ട് കഴിയുമ്പോൾ അവിടെ എത്തത്തില്ല, ഇവിടെ എത്തത്തില്ല. പിന്നെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ആഭാസകരമായ വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് അനവധി ആളുകൾ രംഗത്തുണ്ട്, ഭൂമിയിലുണ്ട്. അത് നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ കാണുമ്പോൾ നീ അതിനകത്ത് ലയിച്ചു പോകരുത്. നീ പാപത്തിൽ വീഴുന്നതിന്റെ ചിന്താ മണ്ഡലത്തിനകത്ത് പാപം കടന്നു വന്നിട്ട് സാത്താൻ നിന്നെ വലിച്ചൊഴിച്ചുകൊണ്ട് പോകരുത്. നീ അതിനകത്ത് ലയിച്ചു പോയെങ്കിൽ പിശാച് നിന്നെ അതിനകത്ത് അടിമയാക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ പറയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുക, പ്രാർത്ഥിപ്പിക്കും. പരീക്ഷകളുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചാവക്കാട് വഴി പോകുമ്പോഴേ, അവിടെ ഒരു സൈഡിൽ തട്ടുകടയുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരോട് ഞാൻ എപ്പോഴും സംസാരിക്കും, വർത്താനം പറയും. ഒരു 15-20 മിനിറ്റൊക്കെ ഞാൻ അവിടെ ചിലവഴിക്കും, ഒരു ചായയൊക്കെ കുടിക്കും. അപ്പോൾ ഭയങ്കര രോഗിയാണ് ഞാൻ ഒരുപാട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചായ കുടിക്കാൻ വേറൊരാളോടെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. ചായ കുടിക്കുമ്പോൾ ചായ കിടക്കാൻ എന്നെ നോക്കി. ഞാനൊരു പാസ്സാന്ന് അവർക്കറിയാം, വലിയൊരു കാലങ്ങളായിട്ട് ഞാൻ ചോദിച്ചാലൊക്കെ പറയും. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വന്ന ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. അപ്പൊ ഞാനും അദ്ദേഹത്തെ നോക്കി. ഞങ്ങൾക്ക് 2 പേർക്കും കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ ചായ കുടിക്കാൻ കടയിലേക്ക് മറ്റുള്ളവർ കടന്നു വന്നാൽ അവരെ പാപത്തിലേക്ക് ആകർഷിക്കത്തക്ക നിലയിലുള്ള ആഭാസകരമായ വസ്ത്രധാരണം ധരിച്ച ഒരാളാണ് വന്നിരിക്കുന്നത്. അല്ലേ, ഞാൻ ആ കടക്കാരനുടനെ ഇതൊക്കെ സഹിച്ചേ മതിയാവും. ഇതൊക്കെ നമ്മൾ സഹിക്കണം. കാരണം ഇതൊക്കെ സഹിക്കണം. പക്ഷെ എന്റെയും നിങ്ങളെയും പാപത്തിലേക്ക് വലിച്ചിഴക്കുവാൻ എന്റെയും നിന്റെയും ചിന്താ മണ്ഡലത്തിനകത്ത് പാപത്തിന്റെ വശീകരണം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് പിശാച് ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ കൺമുമ്പിൽ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞു കേട്ടോ. പിശാച് അത് അവർക്ക് മനസ്സിലായി തോന്നുന്നു. പിശാച് ഇങ്ങനെ ഓരോരുത്തരയക്കും. പക്ഷേ അതിനെ നീ ജയിക്കണം. അങ്ങനെയുള്ള ആഭാസകരമായ വസ്ത്രധാരണം ധരിച്ച് നിന്റെ മുമ്പിൽ പലരും നിന്നെ വശീകരിക്കാൻ വരുമ്പോൾ നീ ആ വശീകരണത്തിനകത്ത് വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ചിന്താമണ്ഡലത്തിൽ പാപം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചത്. പ്രൈസലോ. അതുകൊണ്ട് നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ ആയാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? ഈ സഹോദരൻ പറയാണ്, ഞാൻ ബൈബിൾ കോളേജിനകത്തുനിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ എന്റെ ചിന്താ മണ്ഡലത്തിനകത്ത് പാപം കൊണ്ടുവരുന്ന അനവധി കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഇങ്ങനെയാണ് ഞാൻ എന്തിനു ജീവിക്കുന്നു അല്ലെങ്കിൽ എന്ന് തന്നെയാണ് അനേകരും ഇന്നും ചോദിക്കുന്നത്. ആ സഹോദരൻ ചോദിച്ചു, എന്തിനിങ്ങനെ ജീവിക്കുന്നു? ഇതല്ലേ സംഭവിക്കുന്നത്? അതേ സഹോദരൻ, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ പാപത്തിന്റെ വശീകരണം, പാപം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ.
ഹല്ലേലൂയ. കാരണം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഏതു വിധത്തിൽ ശരീരത്തിന്റെ അവയവങ്ങൾ പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുക. നിങ്ങളാണ് ഉദ്ഘാടനത്തിനകത്തൊക്കെ ആമി ശരീരത്തിന് വീണ്ടുന്ന വസ്ത്രം ധരിക്കാതെ ആഭാസപരമായ വസ്ത്രധാരണം നടത്തി ഉദ്ഘാടനത്തിൽ വരുന്നവരെ കാണാൻ വേണ്ടിയിട്ട് 10,000-കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് കൂടി നിൽക്കുക. എന്താ കാണാനാ സഹോദര? നിന്റെ മനസ്സിനകത്ത് പാപം കൊണ്ട് നിന്റെ നരകത്തിലേക്ക് വലിച്ചിരിക്കും. ഓരോ ഉദ്ഘാടനം ഉണ്ടല്ലോ, നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ ഉദ്ഘാടനം ഉണ്ടല്ലോ, സാത്താൻ ചെയ്യിപ്പിക്കുന്ന കേട്ടോ. നിന്റെ മനസ്സിനെ പാപത്തിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് നീ അതിനകത്തൊന്നും പോകരുത്. ഹല്ലേലൂയ. രക്തം ജയം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ സഹോദരൻ പറയാം, ഇങ്ങനെ ആയാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു? അല്ലെങ്കിൽ ഈ നല്ലൊരു അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അതെ, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നരകത്തിലേക്കല്ല, അല്ലയ്യ, നരകത്തിലേക്ക് നരകത്തിനേക്കാൾ ഇവന്റെ കൂടുതലുണ്ടോന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ നീ പോയാൽ നിന്നെ നരകത്തിലേക്ക് പിശാച് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നിന്നെ നരക യാതനയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിനക്ക് സ്വർഗം നഷ്ടപ്പെടും. ഹല്ലേലൂയ. സ്വർഗം നിനക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ, കാൽവറിയിൽ നിനക്ക് വേണ്ടി പരമയാഗമായി മാറിയ, കരിരുമ്പാണിയാൽ തറയപ്പെട്ട മുൾക്കിരീടം ധരിച്ച, വിലാപ്പുറം കുത്തിത്തുറന്ന, കണ്ടാമലാലെന്ന് തോന്നുമാറ് ശരീരം അമലിയ ഉഴവുചാല് പോലെ ചാട്ടമാറ് കൊണ്ട് അടിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്ന ഒരു മാംസപ്പിണ്ഡം പോലെ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. യേശു നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, പാപത്തിന് നിന്നെ വശീകരിപ്പാൻ കഴിയില്ല. രക്തം ജയം. ഹല്ലേലൂയ. ഇന്ന് സാത്താനി ആരാധന പെരുകി, സാത്താനി തന്ത്രങ്ങൾ പെരുകി. ചെട്ടിക അതുപോലെ ആഭാസപരമായ വസ്ത്രധാരണങ്ങൾ പെരുകി തുടങ്ങി. മനുഷ്യൻ സ്വർഗാനുഭോഗികളായി മാറി. ഹല്ലേലൂയ. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം അത്രമാത്രം അധംപതിച്ചെന്ന്. ഹല്ലേലൂയ. നരകത്തിലേക്ക് മനുഷ്യനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിലെ ഞങ്ങൾ ദൈവത്തിന് വിളിച്ചു പറയുന്നത്, നിന്റെ നരകത്തിലേക്ക് നയിക്കുവാൻ നിന്റെ കണ്ണുകൾ ഹിംബമാകുന്ന അനവധി കാര്യങ്ങളെ നിന്റെ കൺമുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് നിന്നെ നരകത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്നൊരു പിശാചുണ്ട്. അതിൽ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഞങ്ങളും പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഹല്ലേലൂയ. അതെ, യേശു നിനക്ക് വേണ്ടി അനുഭവിച്ച ആ ക്രൂശ് മരണത്തിന്റെ വില നീ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ഇന്ന് അനേക ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടങ്ങളെ ഹല്ലേലൂയ സ്തോത്രം എതിർത്തൽപ്പം കഴിയാതെ തളർന്നു പോകുന്ന അനേകതി ദൈവമക്കളും ദൈവദാസന്മാർ പോലും ദൈവത്തിനെ സൂക്ഷിക്കുന്നത് പോലും അവർക്ക് നേരെ കടന്നു വരുന്ന പാപത്തിന്റെ ചിന്തകളെ, പാപത്തിന്റെ വശീകരണത്തിനകത്ത് പിടിച്ചു നിൽപ്പാൻ കഴിയാതെ, ആ പോരാട്ടത്തെ അതിജീവിപ്പാൻ കഴിയാതെ പലരും അതിനകത്ത് കുഴഞ്ഞു വീഴുന്നു എന്നൊക്കെ പറയുന്നത്, പാപത്തിനകത്ത് വഴുതി വീഴുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പലരും അതിനകത്ത് വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഇപ്പോഴും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇപ്പോഴും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ താങ്കൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ, താങ്കൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഹല്ലേലൂയ, താങ്കൾ ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ, പുറമെയുള്ള വർക്കുകളാണ് ചെയ്യുന്നതെങ്കിൽ, ഏത് മേഖലയിലും 24 മണിക്കൂർ താങ്കൾ വിശുദ്ധനായിട്ടിരിക്കണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, പത്രോസിന്റെ ലേഖനം 1:16 പത്രോസ് പറയുക, അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, യേശു വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പൊ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പരിശുശ്രൂഷ സമയത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചപ്പോൾ, യേശു സൗഖ്യ ശുശ്രൂഷ എല്ലാം ചെയ്ത് യേശു തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ ചെയ്ത സമയങ്ങളിലെല്ലാം തന്റെ 33 തിരുവയസ്സ് മലരിയ പാപം പുരളാത്ത ജീവിതമായിരുന്നു. പാപത്തിന്റെ കറകൾ വരാത്ത യേശുവിന്റെ ചിന്താമണ്ഡലത്തിനകത്ത് പാപം കടന്നുകൂടിയില്ല. യേശു സ്നാനമിട്ട് ആത്മാവ് മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. സാത്താൻ പരീക്ഷിക്കാൻ അടുത്തു വന്നു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൊണ്ട് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിങ്ങൾ മത്തായി 4:1 വായിച്ചാൽ കാണാൻ കഴിയും.
അപ്പം യേശുവിന്റെ ചിന്താമണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്നാനമേറ്റ ആത്മാവ് യേശുവിനെ മരുഭൂമിക്ക് നടത്തി 40 ദിവസം ഉപവസിച്ച ശേഷം യേശു വിശന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ചിന്താമണ്ഡലത്തിൽ പാപത്തെ കൊണ്ടുവരാൻ വേണ്ടി യേശുവിനെ പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ അടുത്തു വന്നു. ഒരു ചോദ്യമാണ്, നീ ദൈവത്തിനാണെങ്കിൽ അതേ സ്നേഹിത, ഈ ചോദ്യം പിശാച് നിന്നോട് ചോദിക്കും. അല്ലേലൂയ. നീ വിശുദ്ധനായി ജീവിക്കും, വിശുദ്ധിയുള്ളവളായി ജീവിക്കുമ്പോൾ നിനക്ക് നേരെ ഇങ്ങനെയുള്ള ചോദ്യം സാത്താൻ കൊണ്ടുതരും. അല്ലേലൂയ. നീ അതിനെ വീണു പോകരുത് കേട്ടോ. ഇന്നത്തെ അനവധി ദൈവമക്കൾ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസം ഒരു പ്രഹസനമാകരുത്. വിശ്വാസം പ്രഹസനമാകരുത്. വിശ്വാസം പ്രഹസനമാകരുത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പായി മാറരുത്. ലേരിയ. വിശ്വാസത്തിന്റെ മറവിൽ നീ അപകാശകരമായ ജീവിതം നയിക്കരുതെന്ന്. വിശ്വാസത്തെ നീ വിൽക്കരുത്. അല്ലേരിയ. നീ വിശ്വാസത്തെ വിൽക്കുമ്പോൾ, വിശ്വാസ ജീവിതം നീ തകർക്കുമ്പോൾ, കാൽവരി ക്രൂശിൽ കർത്താവ് നിനക്ക് വേണ്ടി പരമയാഗമായി മാറി ആ യാഗത്തെ നീ പരിഹസിക്കുക. ഹല്ലേലൂയ. യേശുവിനെ നീ വീണ്ടും ക്രൂശിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിന്റെ വിശ്വാസം വിശുദ്ധി ഒന്നും പ്രഹസനമായി മാറരുത്. ഇന്ന് പലരുടെയും വിശ്വാസം വിശുദ്ധിയൊക്കെ പ്രഹസനമാണ്. ഹല്ലേലൂയ. വെള്ള ഉടുപ്പ് ധരിച്ചത് കൊണ്ടോ, ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടോ, ഹല്ലേലൂയ, കാരണം വെള്ള ഉടുപ്പും വെള്ള പാൻറ്റും ധരിച്ചുകൊണ്ട്, അല്ലെ ജുബ്ബായി ഇട്ടത് കൊണ്ടോ, വെള്ള പാൻറ്റും കറുത്ത ഉടുപ്പും ധരിച്ച് ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടോ, ഒരു ബൈബിൾ എടുത്ത് കൈ പിടിച്ചുകൊണ്ടൊന്നും വിശുദ്ധനാകത്തില്ല കേട്ടോ. ചിലരൊക്കെ പറയുന്നത് വെള്ളവസ്ത്രം ധരിച്ചാൽ വിശുദ്ധനെന്നാ. അത് എനിക്കറിയത്തില്ല എവിടെ നിന്ന് കിട്ടിയ ആലോചനയാണ്. ചിലർ വെള്ളവസ്ത്രം ധരിച്ചാലും വിശുദ്ധൻ. എന്റെ സഹോദരൻ, വെള്ളവസ്ത്രം ധരിച്ച വിശുദ്ധനാകത്തില്ല. വെള്ളവസ്ത്രം ധരിച്ച പലരും വിശുദ്ധമാണെന്ന് പ്രഹസനമായിട്ട് കൊണ്ടു നടക്കുന്ന അനവധി ആളുകളുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ് വിശുദ്ധി വേണ്ടത്. നിന്റെ ചിന്താ മണ്ഡലത്തിനകത്ത് അശുദ്ധി വരാതെ നിന്റെ ചിന്താ മണ്ഡലത്തിലെ ഹൃദയത്തെ നീ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ പാപത്തേക്ക് വീണു പോകത്തില്ല. പിന്നെ ഈ പിശാച് നിന്റെ ഉള്ളിലേക്ക് പാപം കൊണ്ടെത്തന്നിട്ട്, പാപ സ്വഭാവം കൊണ്ടെത്തന്നിട്ട് നിന്നെ അതിനകത്ത് വശീകരിക്കും. നീ ആ പാപത്തിൽ വീണ് കഴിയുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ നിന്റെ ജീവിതത്തിൽ വരും. പലപ്പോഴും കഷ്ടത മാറുന്നില്ല, സങ്കടം മാറുന്നില്ല, കടക്കിണി മാറുന്നില്ല, രോഗം മാറുന്നില്ല. അല്ലേലൂയ. രോഗം മാറുന്നില്ല, കണ്ണുനീര് മാറുന്നു, ഉയർച്ച കിട്ടും, ജോലി കിട്ടുന്നില്ല, സാമ്പത്തികമായി ഒന്നുമില്ല, പരാജയമാ, ഉയർച്ച കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഭാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ചിന്താമണ്ഡലത്തിനകത്ത് പാപം കിടക്കുക. സാത്താൻ നിന്നെ വശീകരിച്ച് അവൻ അടിമയാക്കിയിട്ടിരിക്കുക. അതിനെ നീ ജയിക്കണം. ഹല്ലേലൂയ. പിശാചിനെ ജയിക്കണം. ഹല്ലേലൂയ. അവൻ നിന്നെ തകർക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ വിശ്വാസം ഒരു പ്രഹസനമായി മാറരുത്. അതുകൊണ്ട് പലരും തങ്ങളുടെ പോരാട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല. പലരും വിശ്വാസം പ്രഹസനം, വിശുദ്ധ ജീവിത പ്രഹസനമായിട്ട് അവർക്കുണ്ടാകുന്ന പോരാട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എങ്ങനെ വെളിയിൽ വരാം എന്ന, പാപത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും, പാപത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ പറ്റും, പാപമില്ലാത്ത ജീവിതം എങ്ങനെ നയിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കട്ടെ നിന്റെ ചിന്ത. ഹല്ലേലൂയ. ഇന്ന് പകൽ പദം കേൾക്കുന്ന സ്വഭാവേ, നീ അനുഭവിക്കുന്ന കഷ്ടതയുണ്ടല്ലോ, നീ അനുഭവിക്കുന്ന നൊമ്പരമുണ്ടല്ലോ, നിന്നെ മദ്യത്തിന് അടിമയാക്കി മാറ്റുന്ന, ലഹരിക്ക് അടിമയാക്കി മാറ്റുന്ന, വ്യഭിചാരത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുപോകുന്ന, അശുദ്ധ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, നുണ പറയാനും വേഷണം പറയാനും കുറ്റാരം പറയാനും ഒക്കെ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ, മറ്റുള്ളവരെ തകർക്കുവാൻ, അവരുടെ നന്മ അപഹരിക്കുവാൻ, കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാൻ, ഭർത്താവിന്റെ അവിശ്വസ്തത കാണിക്കുവാൻ, അപ്പനമ്മമാരുടെ മക്കൾ അവിശ്വസ്തത കാണിക്കുവാൻ, ഹല്ലേലൂയ, നീ ചെയ്തു കൂട്ടുന്നതെല്ലാം പാപമാണ്. ഹല്ലേലൂയ. ആ പാപത്തെ നീ ജയിക്കണം. പാപത്തെ ജയിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതം നയിക്കുകയും കള്ളുകൂടിനാകുകയും കൂടെ ചെയ്യരുത് കേട്ടോ. പല ക്രൈസ്തവരും അറിയോ, ഭയങ്കര വിശുദ്ധിയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് വിശുദ്ധ വസ്ത്രമൊക്കെ ധരിച്ച് വിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും പള്ളി വിടാതെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവരുണ്ട്. കണ്ടാൽ ഭയങ്കര വിശുദ്ധമായ ക്രിസ്ത്യാനികളാണ്. പക്ഷെ കള്ളുകൂടിയന് എല്ലാ സിഗരറ്റും ബീഡിയും കഞ്ചാവും മൂർക്കാനും എല്ലാം അശുദ്ധമായതും തിന്നുകയും കൂട്ടിക്കുകയും ചെയ്യും. ക്രൈസ്തവ ജീവിതമാണ്. ഹല്ലേലൂയ. അത് ക്രൈസ്തവരുടെ എല്ലാ വിഭാഗത്തിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ആൾക്കാർ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ തകർക്കുന്ന സാത്താനെ, ക്രൈസ്തവ വിശ്വാസം ക്രൈസ്തവ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ്. അത് വിശ്വാസത്തിന്റെ ജീവിതം പ്രഹസനമായി മാറി. നീ കള്ളുകൂടിയനാകരുത്. കള്ളും കുടിച്ചിട്ട് നീ വിശുദ്ധനാണെന്ന് പറയരുത്.
കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ച് ഈ ലോകത്തിന്റെ ജനീയമായ ജീവിതം നയിച്ച് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കള്ള പലിശയ്ക്ക് പണം ഉണ്ടാക്കി കൊള്ള പലിശ വാങ്ങിയിട്ട് പിടിച്ചു പറിച്ചിട്ട് മോഷ്ടിച്ചിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അഴിമതി കരിഞ്ചന്ത പൂഴ്ത്തിവൊക്കെ നീ നടത്തിയിട്ട് മറ്റുള്ളവർ ഉപദ്രവിച്ച് മറ്റുള്ള അതിന് തോണ്ടിയിട്ട് വീട്ടിൽ അപ്പനെ അമ്മയെ അടിച്ചിട്ട് ഭാര്യയെ ഉപദ്രവിച്ചിട്ട് ആമയും ബാമയും മറ്റുള്ള സമ്പത്ത് നീ അപഹരിച്ചെടുത്തിട്ട് നീ കാമൻ വിശുദ്ധനാണെന്നുള്ള പ്രകസന ജീവിതം ഉണ്ടല്ലോ, നീ നീക്കിക്കളയണം. നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്നത് ആമേൻ നിനക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, രക്തം ചെയ്യും. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ ജീവിതമാണ്, വിശുദ്ധിയുടെ ജീവിതമാണ്. അത് പ്രഹസനമല്ല, വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി കാര്യപണിയാൽ തറയപ്പെട്ടത്. അതിനു മുമ്പ് യേശുവിന്റെ പ്രാർത്ഥന വെച്ച് യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഗുണപാഠമാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഞാൻ അല്പസമയം കഴിയുമ്പോൾ ജനമെന്നെ പിടിക്കും, ഇവരെന്നെ ക്രൂശിക്കും, ഞാൻ ഈ ഭൂമി മരിക്കും, ഞാൻ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം, ഞാൻ ഉയർത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യും. പിന്നെ നിങ്ങളാണ് എനിക്ക് പകരമായിട്ട് സുവിശേഷം വിളിച്ചു പറയേണ്ടത്, നിങ്ങളാണ് എനിക്ക് വേണ്ടി നിൽക്കേണ്ടത്, നിങ്ങളാണ് എൻ്റെ സാക്ഷികളായി നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം പ്രഹസനമായി മാറാതെ, വിശുദ്ധി പ്രഹസനമായി മാറാതെ നിനക്ക് പരീക്ഷ കടന്നു വരാതിരിപ്പാൻ പത്രോസേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതേപോലെ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാവ് ഒരുക്കമുള്ളതാ, ജഡം ബലഹീനമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, എന്നാൽ വേദപുസ്തകത്തിൽ ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പാപം കടന്നു വന്നു. താൻ പാപത്തിൽ വീണിട്ടും പാപത്തെക്കുറിച്ച് ചിന്തിക്കാതെ സുഖലോലുപനായി തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലും കൊട്ടാരത്തിനകത്തും ഉലാവി നടന്നപ്പോഴാണ് ദൈവം നാഥാം പ്രവാചകനെ തന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ട് ദാവീദ് ചെയ്ത പാപത്തെ നാഥാം പ്രവാചകരുടെ ദൈവം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് കുറ്റബോധമുണ്ടായി. താൻ ദൈവത്തിന് നെടുമ്പാട് വീണു. ആ പാപം മുഖാന്തരം, ദാവീദിന്റെ ജീവിതത്തിലെ പാപം മുഖാന്തരം വന്ന ശാപത്തെയും അതിന്റെ അനുഭവങ്ങളെയുമാണ് 51 സങ്കീർത്തനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 51 സങ്കീർത്തനമേ ദാവീദിന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചവൻ താൻ അനുഭവിച്ച ശാപങ്ങളും അതിന്റെ അനുഭവങ്ങളും തന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അല്ലെങ്കിൽ താൻ ദൈവത്തിന് പോലും അന്യപ്പെട്ടു പോയോ, അല്ലെങ്കിൽ വിശ്വാസം പ്രഹസനമായി, വിശുദ്ധി പ്രഹസനമായി മാറി ദാവീദിന്റെ ജീവിതത്തിൽ ആ ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ നിന്നെടുക്കരുത്, നിന്റെ സന്നിധിനെ തള്ളിക്കളയരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, മനസ്സോർക്കുമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമെന്ന് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി കണ്ണുനീരോടെ ദൈവസന്നിധി അങ്ങ് നിലവിളിച്ചു. 51 സങ്കീർത്തനം 10, 11, 12. ഈ 51 സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദാവീദിനെ പോലെ നെടുമ്പാട് വീണ് കരയുവാൻ കഴിയണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ മത്തായിയുടെ 26-ാം അധ്യായം സ്വതം 26-ാമത്തെ 40-41 വാക്യമുണ്ട് വായിച്ചത്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണരാതിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണരുന്ന പ്രാർത്ഥിപ്പ്. ആത്മാവ് ഒരുക്കമുള്ള ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അതേ പ്രിയരെ, ആത്മാവിൽ ജീവിക്കണം. ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് പോകരുത്, ഈ ലോകത്തിന്റെ അശുദ്ധിയിലേക്ക് പോകരുത്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയമായി ഈ വചനം കേട്ടുകൂട്ടിയ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിവരെ പാർക്കുന്ന വലിയൊരു ശരീരം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, വിശ്വാസ ജീവിത പ്രഹസനം, വിശുദ്ധ ജീവിത പ്രഹസനമായി മാറാതെ, ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് പോകാതെ, ഈ ജനം കർത്താവ് പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി യൗവനത്തിൽ വാർദ്ധക്യത്തിൽ അനുഭവത്തിൽ യാചകർ, ഓർഫനേജ് തടവറയിലായ സകല ജനത്തെയും കർത്താവ് ഈ സകല രാജ്യങ്ങളിൽ, കേരളത്തിൽ 800 കോടിയധികം ജനത്തിനായി എല്ലാ മതവിഭാഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ മത മേലധ്യക്ഷന്മാരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകല ജനങ്ങളും തങ്ങളുടെ പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വന്ന് യേശുക്രിസ്തുവിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവദാസിദാസന്മാരെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. സകല വീരും ദൈവകൃപ പകർന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.